But let's welcome team Sammanam on stage for the third and final Nadagam of the evening. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിളിക്കൂ. എടാ ദേവി, എടാ ഞാൻ നിന്നോട് നാളെ എടാ ഞാൻ അത് പറ്റത്തില്ല. വിധിക്കുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്കേ അറിയൂ. പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, ആ മേരിപ്പെണ്ണിനെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞ് മാസം എനിക്ക് പറഞ്ഞത് വേണം. ഇങ്ങനെ അവിടെ അമേരിക്ക അവിടെ പറഞ്ഞാൽ മതി. എടാ എനിക്ക് ഇത്തിരി ബ്യൂട്ടി നടക്കണ്ടേ? നീ വേഗം പോയിട്ടോ. അടുത്ത ആഴ്ച പെരുന്നാള്, എന്റെ പെരുന്നാള്. കട്ട് ചെയ്തോ. പിള്ളേരൊക്കെ എവിടെ വേണം ജീവിക്കാൻ? ഇത്തിരി കാശ് വേണേ പിള്ളേരെടുത്ത് തന്നെ ചോദിക്കണം. എന്നാ ചെയ്യാൻ? അല്ല, അണ്ണാമ്മ ചേർത്തി നല്ല സന്തോഷത്തിലാണല്ലോ. അച്ഛോ, എന്റെ പെരുന്നാളല്ലേ വരുന്നേ. ഞാൻ പിള്ളേരെ അല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പള്ളി പെരുന്നാളാണല്ലോ. അത് ശരിയാ. എനിക്കല്ലേലും അവരെ ഒന്ന് കാരണം നമ്മുടെ പുതിയ പള്ളിമേളയുടെ കാര്യം ഒന്ന് സംസാരിക്കാനായിട്ടേ. അച്ഛോ, പള്ളിക്ക് ആവശ്യമുള്ള ഞാൻ വരുന്നുണ്ടല്ലോ, എന്തിനാ അവരെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നു? എന്നോട് പറഞ്ഞാൽ പോലെയോ? ദൈവകാര്യമല്ലേ ചേട്ടത്തി, അവർക്കാവുന്നത് അവര് തരട്ടെ. പിന്നെ പിറന്നാൾ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? ചെറിയൊരു സൽക്കാരം അച്ഛൻ. ഞാൻ പരീതിനോട് കുറച്ച് പൊറോട്ടയും പോത്തും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അച്ഛന് കപ്പേരെ കൂട്ടി വരണം കേട്ടോ. ഞാൻ ഏതായാലും വരാം. എന്നാലേ ഞാൻ അങ്ങ് ഇറങ്ങട്ടെ. നമ്മുടെ കറിയാച്ചനെ ഒന്ന് കാണണം, ഞങ്ങളെക്കാര്യം സംസാരിക്കാനായിട്ട്. അച്ഛോ, ഞാൻ എത്ര നാളായി എൻ്റെ മോൻ ജോണിയുടെ കല്യാണത്തിന്റെ കാര്യം പറയുന്നു. അവനെ പറ്റി അച്ഛന് ഒരു വിചാരമില്ല. ഒരു പെണ്ണ് നോക്കിയിട്ട് അച്ഛോ അവന്. അങ്ങനെയല്ല, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ശരിയാക്കാം, ഞാൻ അന്ന് അങ്ങോട്ട് മനസ്സിൽ വെച്ചേക്കണം. വെച്ചേക്കാം. ശരി. നാട്ടുകാരുടെ ഒക്കെ വിചാരം എന്നാണെന്നറിയോ? അന്നാമ്മ ചേച്ചിയുടെ മൂത്ത കാശാണ്. അന്നാമ്മ ചേച്ചി പാപ്പര. മക്കൾ അവിടെ നിന്ന് ഇവിടുന്ന് അയക്കുന്നതുകൊണ്ട് എങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ ഇത്തിരി ഡ്യൂട്ടി ചെയ്ത് നടക്കണം എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, നമുക്ക് ജീവിക്കണ്ടേ. അതുകൊണ്ട് വരട്ടെ, എന്തെങ്കിലുമൊക്കെ ശരിയാക്കും. എവിടെ പോയൊന്ന് തെക്കാട്ട് കറിയാച്ചൻ അത് പിടിക്കും. കടക്കാനോ? ഈ തോട്ടേക്കാട്ട് കറിയാച്ചന്റെ ഇവിടെ വേണം. നേരെ പോയി മൂന്നാമത്തെ വീട്. എന്തോ കേട്ടില്ല? നേരെ പോയി മൂന്നാമത്തെ വീട്. അല്ല, ആരാ എന്തോന്നൊക്കെ വഴി അറിഞ്ഞോളൂ. എന്തുവാടാ കണ്ണാണ്ടിവിടെ? കണ്ടില്ലടാ, പ്രായമായ കണ്ണാടി വെക്കണം, അല്ലാതെ ഇങ്ങനെ തേരപ്പാറ നടക്കുമല്ലോ വേണ്ടത്. ആളെന്തൊരു സംസാരാടാ പോയി, പ്രായമായ കണ്ണാടി വെക്കും. എന്നെ കൊണ്ട് ഞാൻ ആരാധന എനിക്ക്. നീ ഏതാ? ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കൊണ്ടയോ വാക്കത്തി സൂര്യ. നിങ്ങൾ മീനച്ചിലാർന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുമുണ്ട്, കൂട്ടിയിട്ടുമുണ്ട്. പക്ഷെ എന്റെ പെണ്ണമ്മ വെക്കണം. എന്ത് മീനച്ചാറില്ലേ? മീനച്ചാറല്ലേ കളോ, മീനച്ചിലാർ. ഈ മീനച്ചിലാർ ഒറ്റയ്ക്ക് നീന്തി കടന്നു വാക്കത്തി സൂര്യ. അല്ല സുര, അന്ന് വള്ളമൊന്നും ഇല്ലായിരുന്നു. വെള്ളം ഇല്ലായിരുന്നോ?
എന്റെ കിള ഒരു 10-15 അടി പൊക്കത്തി വെള്ളം നീന്തി അക്കരെ കയറാൻ വിട്ട പാട് മൂക്കിലും വായിലും വെള്ളം കയറി ഓർമ്മിപ്പിക്കല്ലേ. അയ്യോ അതൊക്കെ പോട്ട്. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി? നിങ്ങൾ ആരായാലും എനിക്കെന്താ അറിഞ്ഞിരി. വേണം. ഞാനാണ് കറിയാച്ച, തോട്ടേക്കാട് കറിയാച്ച. ഞാൻ തിരക്കുന്ന ആള് ആരാന്നറിയോ? പ്രണയിച്ചു പൊതിവീരാത്ത മനുഷ്യരാ. പ്രേമലേഖന കെട്ടുകണക്കിനെ എഴുതിയേക്കുന്നേ. ഞാനൊരു ആവശ്യമായിട്ടോ നിന്ന് നേടിയിട്ടേ ഞാൻ പോകും. ഇനി ഒന്ന് ട്രാക്ക് മാറ്റാം. ഇത് ഇവിടെ ചിലവാകത്തില്ല. അപ്പച്ചൻ നീ കളവാന്നല്ലേ വിളിച്ചോണ്ട്? അയ്യോ അത് കളവാ. ഞാൻ പറഞ്ഞത് കളവാ. അപ്പച്ചന് ഇപ്പൊ തൊട്ടാലും ഒരു 35-40 വയസ്സല്ലേ പറയത്തുള്ളൂ. എന്താ തലയെടുപ്പ്? കളിക്കല്ലേ. അതെ, അപ്പച്ചനെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. അതെനിക്ക് മനസ്സിലായാലും. അതെ, എനിക്കൊരു ലെറ്റർ എഴുതണമായിരുന്നു. ഇത്ര അടുത്ത് നിൽക്കുമ്പോഴോ? അയ്യോ എനിക്കല്ല, അവൾക്ക്. ഏവക്ക്? എന്റെ പുഷ്പവല്ലിക്ക്. എടാ നിന്റെ വള്ളിക്ക് നീ എഴുതരാവൂ, ഞാൻ എന്തിനാ എഴുതുന്നത്? ഈ അപ്പച്ച വള്ളിയല്ല അപ്പച്ച, വല്ലി, പുഷ്പവല്ലി. എടാ വള്ളിയായാലും വല്ലിയായാലും നീ എഴുതിയാൽ മതി, ഞാൻ എഴുതുകയല്ല. അത് ഞാൻ എഴുതിയ ശരിയാവത്തില്ല. ഞാനൊരു ഗുണ്ടയല്ലയോ. അതിന് എനിക്ക് ആലങ്കാരമായിട്ട് എഴുതാനൊന്നും അറിയില്ല. അത് കറക്റ്റാ. അഹങ്കാരം എഴുതാ വീട്ടിൽ കയറി അടിക്കും. അതെനിക്ക് അനുഭവം. എന്റെ അപ്പച്ച അഹങ്കാരം അല്ല, അലങ്കാരോ. ഇയാൾ അലങ്കാരോ അഹങ്കാരോ എന്തുവാന്ന് വെച്ചാൽ എഴുതി കൊടുറാവും. ഞാൻ എന്നാ വേണമെന്നാ പറയുന്നത്. അതിപ്പോ ഞാൻ ഒന്ന് ആലങ്കാരമായിട്ട് എഴുതി കൊടുത്തന്റെ ആട്ടവിവരം മാറിയിട്ടില്ല. ആരൊക്കെ? പുഷ്പവല്ലി? അത് പുഷ്പവല്ലിക്കല്ല, അവളുടെ ചേച്ചി ആനന്ദവല്ലിക്ക്. അപ്പൊ കൊറേ വള്ളിക്കെട്ട് കേസ് ഉണ്ട് നിന്റെ കയ്യില്. അതെ അപ്പച്ച, അപ്പച്ചന് പ്രേമലേഖനം എഴുതി ഒരുപാട് പരിചയമുള്ളല്ലേ. എനിക്ക് ഒരെണ്ണം എഴുതി തരത്തില്ലയോ? നീ പറഞ്ഞത് ശരിയാ, പക്ഷെ ഇല്ല. അപ്പച്ചന്റെ കാര്യം അറിയോ? എന്നതാ? എനിക്ക് 42 വയസ്സായി. അതിന് എനിക്ക് കല്യാണം കഴിക്കണം. നീ പോയി കഴിക്കണോ? അതല്ല അപ്പച്ച, ഒരു പെണ്ണും എന്റെ ഈ മുഖത്ത് നോക്കുന്നില്ലെന്നേ. ഞാൻ പോലും നോക്കുന്ന പാടുവിട്ട. അതെ, ഈ കപ്പട മീശയും വെച്ച് വള്ളി നിക്കറിട്ട് നടന്ന ആര് നോക്കും നിന്നെ? വള്ളി നിൽക്കും. ഇത് മാറ്റിട്ടോ എനിക്ക് എഴുതി തരൂ. ഇതൊരു വലിയ വള്ളിക്കെട്ട് കേസായിരുന്നു. ഒരു പണി കൊണ്ടിരിക്കുന്നവനെ കണ്ടോ, അവനോട് നീ ചോദിക്കേണ്ട രീതി ചോദിച്ച അവൻ എഴുതി തരും. പക്ഷെ നിന്റെ ഗുണ്ടാഴ്ച എടുത്ത് വെളിയിടണം. എഴുതി തരും. പങ്കപ്പെട്ട മനുഷ്യനാണ്. ഉറപ്പാണോ? കൊടുക്കണേ. ഇതിനാരാന്നറിയാം? വെങ്കട മോനാ, ഇവിടുത്തെ SI യാ. ഉടനെ ഒന്നും മറക്കുകയല്ല. ഏത് അപ്പച്ചൻ പറഞ്ഞ കേട്ടില്ലയോ? ഏതാ? ഞാൻ വാക്കത്തി സൂര്യ ഒരു ലവ് ലെറ്റർ എഴുതി തരണം. എന്താ വന്നില്ലേ? എടാ വാക്കത്തി സുരേ, നിനക്ക് ഞാൻ ആരെന്ന് മനസ്സിലായോ? ഞാൻ ഇവിടുത്തെ സ്ഥല SI ജേക്കബ്. ഇനി പരിപ്പൊക്കെ കുറച്ചെണ്ണം കൂട്ടാൻ കേട്ടോ. പിന്നെ നമ്മുടെ മോടെ കാര്യത്തിൽ നീ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വളർത്തുദോഷമാണ് ഇതെല്ലാം. എനിക്കിട്ട് വെച്ചോ. പിന്നെന്തോ ഞാനാണോ? അവളെ എന്തൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട്. അത് നീ ഒന്ന് പറഞ്ഞതാ. ജെയിംസേ, അതാണ് തപ്പി തപ്പി വരുന്നില്ല. ആരാടാ ഉച്ചയ്ക്ക് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തോ? അതോ മണി 6 ആയോ? ചുമ്മാ അല്ല, 6 മണി കഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ല. ഈ മാലക്കിന്റെ ചെറിയ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ജെയിംസേ, എന്നതാ? നീ ഇവിടെ. അതെ, ഈ നിന്റെ മോള് ആ ഏലിക്കുട്ടി എന്നതാ ടിക്കറ്റ് ടോക്കിയോ ഏതാണ്ട് കളിച്ചോണ്ട് നടക്കാന്ന്. എന്തുവാടാ അത്? ചാച്ചാ ടിക്കറ്റോക്കെ അല്ല, ടിക്ടോക്ക്. ടിക്ടോക്ക് ഞാനും പെണ്ണമ്മയും കണ്ട ടിക്ടോക്ക് കണ്ട. നീയും പെണ്ണമ്മയും കൂടെ ആയിരുന്നു അത്? അന്ന് തടിയാ കൊള്ളാം, കന്നാലിയാണല്ലോ ഒരുമാതിരി. അല്ല അതൊക്കെ പോട്ട്. ജെയിംസേ, നിന്നോണ്ടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. എന്റെ പെണ്ണമ്മളുണ്ടല്ലോ, ആ പെണ്ണമ്മ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്കണം. നശൂലം പിടിച്ച സാധനമാണ്, ഒന്നും തെരിയല്ലെന്നേ. എന്റെ ചാച്ചോ ഏത് നേരം വെച്ച് കളിപ്പി തന്നെ എന്നോടാണെങ്കിൽ ഇങ്ങനൊക്കെ പറയണം. തിരിയാൻ മടുത്ത് സമാധാനമായി അവളെ ഒന്ന് ട്യൂൺ ചെയ്തേ.
അതേ, നിന്നോടൊരു കാര്യം പറയാം. നിന്റെ കെട്ടിയവനുണ്ടല്ലോ ജെയിംസ്, എന്റെ ദൈവമേ, ഇത്രയും വലിയൊരു കോഴി, എത്ര പെണ്ണുങ്ങളുടെ ജീവിതം അറിയാം അവൻ കയ്യിലിട്ട് ഇങ്ങനെ 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 കളിച്ചത്. നീ ഇതൊന്നും കേൾക്കല്ലേ, ആ ചാച്ചൻ ചുമ്മാ പറയുന്നതാ. ചാച്ചന് പെൻഷനുള്ള ഒറ്റ കാരണം കൊണ്ടാണ് വീട്ടിൽ ഇട്ടേക്കുന്നത്. നീ എപ്പോഴും അപ്പുറത്ത് പോയി. പിന്നെ റബ്ബറിന്റെ കുറച്ച് ആദായമുണ്ട്. ഓ. ഇല്ലെങ്കിൽ എന്നെ വല്ല വൃദ്ധസാനത്തിനും കൊണ്ടിരുത്തിയത്. കല്യാണവും കഴിക്കത്തില്ല. ഒന്ന് ശരിയല്ല, സാധാരണ എനിക്കിത് പറ്റാത്ത 6 മണി കഴിഞ്ഞാൽ. അല്ല, ചാച്ചനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. നീ എന്ത് ചെയ്യടാ? നീ ആന്നോ? പറ. ചാച്ചൻ എന്താ ഈ പെണ്ണ് കെട്ടാത്തത്? എടാവേ, പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ, നിനക്ക് ഇതിൽ അറിയത്തില്ല. അതിന് പിന്നെ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? ശബ്ദ വച്ചിന്റെ ജാതം നോക്കിട്ട് എന്നാ പറയാനാ? എണ്ണമ്മോ, 2 ദോശയും ചെറിയ മീൻചാറും എടുത്തു. എന്റെ ചാച്ച ഇപ്പഴല്ലേ 10 ദോശയും സാമ്പാറും അങ്ങോട്ട് ഇവിടെ ഇപ്പഴല്ലേ 10 ദോശയും സാമ്പാറും അങ്ങോട്ട് തന്നത്. ഇത് എന്നാ ഇത്? പെണ്ണമ്മോ, ഇതിനൊക്കെ കണക്ക് വെച്ചിരിക്കുമെന്ന്. ഇല്ല ഇല്ല, ഞാൻ 2 ദോശയല്ല ചോദിച്ചുള്ളൂ. എനിക്ക് മരുന്നൊന്നും വേണ്ടല്ലോ, കട്ടക്ക് ഇരിക്കുമല്ലയോ. അതാണ് തീറ്റി അടുത്ത് ഞാൻ ജോണി, നമ്മുടെ ഇട്ടിക്കണ്ടത്തിലെ കുര്യോകാസ് മാഷിന്റെ മോനില്ലേ, അവനിപ്പോ യു എസ് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. നമ്മുടെ യു എസിലുള്ള വർക്കുകളാണ്. ആ മറുതമേരിയുടെ അനിയൻ. നീ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണാണെന്ന് നീ മറക്കണ്ടടി. നിന്റെ കെട്ടിയോൻ ആ ജോയി 5 വർഷം മുമ്പ് ഫോർട്ട് കൊച്ചി പെരുന്നാളിന് പോയ പോക്കല്ലേ. അത് കഴിഞ്ഞ് അവനെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? എവിടെയൊക്കെ അന്വേഷിച്ചു. ചത്തതാണോ പോയതാണോ ആർക്കറിയാം? ചാച്ച, നമ്മൾ അന്വേഷിക്കാഞ്ഞിട്ടാണോ? നമ്മുടെ പോലീസിലുള്ള അളിയൻ ജേക്കബ് വഴി കൂടെ അന്വേഷിച്ചതല്ലയോ? എന്നിട്ട് വല്ല വിവരം കിട്ടിയോ? മൂളിക്കരുത്, പറഞ്ഞല്ലോ. ആ ജേക്കബ് പോലീസോ? അവനിപ്പോ ഒരു പണി കൊടുത്തിട്ട് വന്നതേ. അതല്ല നിങ്ങളുടെ പണി. ഈ ചാച്ചന്റെ ഒരു കാര്യം, ഞാൻ വല്ലതും തിന്നാൻ തരണമെങ്കിൽ അവിടെ എങ്ങാനും മിണ്ടാതിരുന്നോ? പിന്നെ നീ നിന്റെ ഈ കറങ്ങി നടത്തത്തെ പറ്റിയേ നാട്ടുകാർ അതും ഇതൊക്കെ പറയുന്നുണ്ട്. അമ്മച്ചി, സോ വാട്ട്? അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പിന്നെ പണ്ട് ജോണി എന്നെ സ്നേഹിച്ചിരുന്നു, ഇവിടെ പെണ്ണ് ആലോചിച്ച് വരികയും ചെയ്തു. അപ്പൊ അപ്പന്റെ അമ്മയും കൂടെ അല്ലേ അവനെ തല്ലി പിടിച്ച് വിട്ടെ. പക്ഷെ അവന്റെ മനസ്സിൽ അതൊന്നുമില്ല. ഹീ സോ നൈസ്. പാവം, അവന്റെ കല്യാണം എല്ലാം മുടങ്ങുന്നു. നിങ്ങൾ വെറുതെ ഇതിനെ കുറച്ച് കാര്യം ചിന്തിക്കണ്ട കേട്ടോ. കടിയില വേണ്ട അഹങ്കാരം. എല്ലേ വളർത്തിയേ കുത്തിയാ കുമ്പളം കിട്ടും. അളിയാ, അളിയാ, എന്നാ അളിയ, ഞാൻ എന്നതൊക്കെയാണ് കേൾക്കുന്നത്? നാട്ടുകാർക്ക് അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ മോളെ കുറിച്ച് അറിയുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് എന്നതാ പറ. എന്തൊക്കെ ഞാൻ കേൾക്കുന്ന നാട്ടുകാർ പറയുന്നത് നമ്മുടെ മോളെ കുറിച്ച്? അതാണോ അളിയ? അതിപ്പം അവള് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞാ ഒഴിയുന്നത്. ഞാനിതിപ്പോ എന്നാ കാട്ടാന്? ഓ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്നാ കാട്ടാൻ? അല്ല, ഇപ്പൊ നാട്ടിലെല്ലാം കാട്ടാനെയാണ്. അവള് പറഞ്ഞതുപോലെ ഒന്ന് കാട് കടന്ന് ചിന്തിക്കേ. എന്ന് വെച്ചാ വന്നവും പോയി നിന്നവും പെട്ടു. അച്ഛായ, ഈ ചാച്ചന്റെ ആട്ടും 30 സഹിച്ച് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പറഞ്ഞേക്കാം. അയ്യോ എടി പെണ്ണമ്മോ, എന്തോ നീ അതും വെച്ചു. എന്ത് ആട്ടുസൂപ്പ്? ഓ, 6 മണിവരെ അങ്ങനെ കണ്ണും കാണില്ല, ചെവിയും കേട്ടില്ല, ആർത്തി മൂത്തൊരു വഴിയാക്കും. വായിത്തന്നെ തുപ്പിയല്ലോ വൃത്തിയേട്ടൻ. നമുക്ക് ജോണിയെ കൊണ്ട് അവളെ കെട്ടിച്ചാലോന്ന്. ജോണി അവന്റെ അപ്പനും കൂടെ വന്നപ്പോ നീ എല്ലാം കൂടെ അല്ലേ അവനെ ഓടിച്ചു വിട്ട് 5 കൊല്ലം മുന്നേ. അത് ശരിയാണല്ലോ. അന്ന് നീ എന്തൊക്കെയാ പറഞ്ഞത്? അവന് സ്റ്റാറ്റസ് ഇല്ല, കുടുംബ മഹിമയില്ല, എന്തൊക്കെയായിരുന്നു. ശരി, ഇതൊന്നും പോലെ നിന്റെയൊക്കെ വാക്കും കേട്ട് ആ കോപം കൊണ്ട് വെച്ച് ഞാൻ അവനെ തല്ലിക്കുകയും ചെയ്തു. മറന്നോ അതൊക്കെ? അതൊക്കെ അന്നത്തെ സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതല്ലേ. അതിപ്പോ ഞാൻ അറിഞ്ഞ അവന്റെ ചേട്ടന്മാരൊക്കെ അങ്ങ് ഗൾഫിലും അമേരിക്കയിലും ഒക്കെ പോയി നല്ല കാശുണ്ടാക്കുമെന്ന്. അന്ന് ഈ ജോണി എന്ന് പറയുന്നവൻ ക്യാമറയും പിടിച്ച് ഷോർട്ട് ഫിലിം ആണെന്നും പറഞ്ഞ് തേരാപ്പാര നടക്കുമായിരുന്നു. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ. ശരി, അതൊക്കെ വിട്. ഇത് എന്നതാ നിന്റെ പ്ലാൻ? അത് പറ. അത് പറയാം. പ്ലാൻ ഞാൻ പറയാം. നനഞ്ഞു കിടക്കുമല്ലേ അത് കുഴിക്കുക. വെണ്ണമ്മോ എന്തുവായി അങ്ങോട്ട് കേൾക്കാനല്ല പറയുന്നത്. ഒന്നും തന്നില്ല. എന്നാ നമുക്ക് അവളെ വിളിക്കാം. മോളെ ഏലിയാൻ പോ. മോളെ, നീ എത്ര കാലാന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക്? ചാച്ചന്റെ കാര്യമൊക്കെ നിനക്ക് അറിയാലോ. ചാച്ചന്റെ വയസ്സായി, അങ്ങേര് പോയാ പിന്നെ പിന്നെ നിന്റെ അപ്പൻ
അടുത്ത വർഷം റിട്ടയർ ആവും. പെൻഷനേ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്നാ വേണോന്നാ അമ്മച്ചി പറയുന്നേ? അതുകൊണ്ട് മോളൊരു കല്യാണം കഴിക്കണം. എടി മോളെ മനസ്സിലാക്കണം. മോളെ സ്നേഹിക്കുന്ന ഒരാളെ ഞങ്ങളൊക്കെ കൂടെ ചേർന്ന് കണ്ടുവച്ചിട്ടുണ്ട്. നീ ഒന്ന് സമ്മതം പറഞ്ഞു വെച്ചാൽ സമ്മതിച്ചാ മതി, ബാക്കി ഞങ്ങൾ കേട്ടു. അമ്മച്ചി എന്തൊക്കെയായി പറയുന്നേ? അതിപ്പോ എന്റെ ഭർത്താവിനെ കാണാതെ പോയതല്ലേ, അല്ലാതെ മരിച്ചു പോയതൊന്നും അല്ലല്ലോ. കാണാതെ പോയതാണോ മരിച്ചു പോയതാണോ ഒന്നും ആർക്കറിയാം. മോളെ, ജോണിക്ക് നിന്നെ ഇഷ്ടമല്ലേ? നീ പറഞ്ഞ അവൻ കേക്കില്ലേ? ജോണിക്ക് എന്നെ ജീവനാ. ജീവനോ? പറഞ്ഞാലും കേക്കും. മതി, എന്നാ പിന്നെ അവനോടൊക്കെ കെട്ടാൻ പറ. അപ്പച്ചൻ എന്തൊക്കെയായി പറയുന്നേ? 5 വർഷം മുൻപേ സ്നേഹിച്ച ജോണി എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. പക്ഷെ ഞാൻ മുതലെടുക്കത്തില്ല. പിന്നെ എന്നെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു പ്ലാൻ? ഇടി, അതുണ്ടല്ലോ, അവന്റെ ചേട്ടന്മാരൊക്കെ അങ്ങ് ഗൾഫിലും അമേരിക്കയിലും ഒക്കെയാ. കെട്ട് കഴിഞ്ഞാ പിന്നെ നിനക്കും അങ്ങോട്ട് പൊയ്ക്കൂടെ? വേണമെങ്കിൽ ഞങ്ങൾ വരാം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ അവനെ കല്യാണം കഴിച്ച പിന്നെ ഈ ഇടവകയിൽ എന്നതാ നിന്റെ വില? അതാണ്, നീ ഒന്ന് ആലോചിച്ച് നോക്കടി. ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കും മോളെ. നീ വിചാരിച്ചാൽ നടക്കും. നിന്റെ നല്ലതിന് വേണ്ടിയല്ലോ പറയുന്നത്. ആ ശരി ശരി ശരി, ഞാൻ എന്നാ അവനെ വിളിക്കാം. അതിനിടയ്ക്ക് അവൾ സമ്മതിച്ചു. ഇതൊക്കെ വലിയ കേസാവും. ചുമ്മാ നിങ്ങൾ കേസാക്കാതിരുന്നാ മതി. ഹലോ ജോണി ചായ. ആ ഹലോ. എവിടെയാണോ? നീ എന്നെ ഇച്ചായെന്നല്ലോ വിളിക്കുന്നത്, ജോണി എന്നല്ലേ? ഇതെന്താ പെട്ടെന്നൊരു ഇച്ചായ വിളി? ഒന്ന് പോ ജോണി, പെട്ടെന്ന് അങ്ങ് വിളിച്ചു പോയത്. ഇത് ഞാൻ ഇന്ന് ഫ്രീ ആണോ? പിന്നെ ഞാൻ ഫ്രീ അല്ലേ? ആണോ? ഒരു 4 മണിയൊക്കെ ആകുമ്പോ വീട്ടിലോട്ട് ചായ കുടിക്കാം. ഓക്കെ ശരി. ശരി ബൈ. ബൈ. എന്താ എന്താ? അവനിപ്പോ 4 മണിയാകുമ്പോ ചായ കുടിക്കാൻ വേണ്ടി വരും. ആ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. അവിടെ മാറിക്കാൻ എന്നതാ ഈ കരയുന്നേ? അവൾ ആരാണ്ട് 4 മണിക്ക് ചായക്ക് വിളിച്ചില്ലേ? അതിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഒന്നും തന്നില്ലല്ലോ. ആരാ? നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാം. ഇരുന്നാ മതി. അല്ല, ബെസ്റ്റ് ഫാമിലി. അല്ല, ഇവൻ പോലീസിലാണോ അതോ ബ്രോക്കറാണോ? ജോണി, നീ ഏതാടാ? ഇട്ടിക്കണ്ടത് ജോണി? നമ്മുടെ അന്നമ്മേടാ. നീ അങ്ങ് ഉണങ്ങി നത്തു പോലെ ആയല്ലോ. ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല, തോന്നുമായിരിക്കും. എന്നാ ഇനി മെലിയും കേട്ടോ. എന്ത് പറ്റി? നിന്റെ ചാച്ച എന്തോ ആനകൾ കൂടെ പറഞ്ഞു കൊണ്ടുപോകാൻ പ്രശ്നം ഉണ്ടാക്കണം. അവിടെ ഇരിക്കും. മോനെ, നീ എത്തി ഇവിടെ. അയ്യോ, നീ ക്ഷീണിച്ചു പോലെ. നീ അങ്ങ് മെലിക്കും. ഇല്ല, ഇനി ക്ഷീണിക്കും. നിന്റെ മെലിവ് നിനക്കറിയത്തില്ല, ഞങ്ങൾക്കറിയാം. നീ മെലിക്കും മോളെ. കനത്തിലൊന്ന് കൊടുത്തേ. ഇതൊക്കെ എവിടെ? ഇതെന്താ ആകെ ഒരു സ്വീകരണം? ഇവിടെ എന്താ പരിപാടി? എന്നാടാ മോനെ നീ അങ്ങനെ ചോദിച്ചേ? നിന്നെ എപ്പോഴെങ്കിലും ഞങ്ങൾ വേറെ ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, വേറെ ആക്കാൻ നോക്കിയിട്ടല്ലേ ഉള്ളൂ. മോനെ, അതിപ്പോ ഞാൻ എന്തോ പറയാനാ? ഞാൻ വിചാരിച്ച ഈ നാട്ടുകാരുടെ വാ മൂടി കെട്ടാൻ പറ്റുമോ? ഓ, അതിപ്പോ നാളെ നമ്മളെല്ലാരും കൂടി കൂടിയാലും അവരിങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ. ഒരു നിദാനം ഇല്ലാത്ത വർഗമായി നാട്ടുകാരെന്ന് പറയുന്നത്. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? നീ അവളെ കെട്ടാനോ? നീ ഇത് ആദ്യമായിട്ട് കേൾക്കുവാണോ? എടാ മോനെ, നീ ഒന്ന് സമ്മതം പറഞ്ഞാൽ മതി. പിന്നെ എട്ടിക്കണ്ടത്തുകാരോട് സംസാരിക്കുന്ന കാര്യം ഞങ്ങളേറ്റോ. അതെ. ആഹാ, അപ്പൊ അതാണ് കാര്യം. അല്ല, 5 വർഷം മുമ്പ് ഞാൻ ഇതേ കാര്യം പറഞ്ഞ് ഇവിടെ വന്നപ്പോ നിങ്ങൾ എനിക്ക് പണമില്ല, സ്റ്റാറ്റസ് ഇല്ലെന്ന് പറഞ്ഞ ആട്ടി ഇറക്കി വിട്ടല്ലേ? ഇപ്പൊ എന്താണാവോ? അയ്യോ മോനെ, അതൊന്നും മറന്നില്ലയോ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞായിട്ട് ഓർക്കുന്നേ ഇല്ല. അല്ല, എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, മോൻ അതൊന്ന് മനസ്സിലാക്കിയത്. എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. എടാ ആഗ്രഹം വെച്ചിട്ടാണ് പിന്നെ നീ എപ്പോഴും അവളോട് കറങ്ങി നടക്കുന്നത്? ഞങ്ങൾ ബെസ്റ്റീസ്. എടാ, അവരുടെ കെട്ടിടം തിരിച്ചു വന്നാ എന്ത് പറയുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഇവൻ കാരണമാണ് അവൻ ഇങ്ങോട്ട് വരാത്തതെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാ. നീ ഒരുത്ത കാരണം കല്യാണം മുടങ്ങിയതോ? പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളി പറയുമ്പോഴേ ആ വെള്ളരിക്കാറ്റ് കഴിഞ്ഞ ദിവസം കൂടെ ചോദിച്ചതേ ഉള്ളൂ, എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറല്ല. അല്ല അല്ല ഇത് നിന്റെ കളരി തന്നെ. ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല, നീ അല്ല എന്നെ പണ്ട് വേണ്ടെന്ന് വെച്ചത്. പിന്നെ ഇവര്
മാറ്റി പറയലെന്ന് എന്ത് ഉറപ്പുണ്ട്? അതെ, ഈ ജെയിംസ് ചാകണം. അല്ലെങ്കിൽ ഇയാളെ ഞാൻ വന്നോളാം. അത് ഇവള് ചെയ്യുകയും ചെയ്യും. മോനെ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ, അവള് പാവല്ലേ. എടാ മോനെ, നീ വെറുതെ ഷോർക്കല്ലേ, നീ അവളെ കല്യാണം കഴിച്ചാൽ പറ്റുമോ? മോനെ, ഒരു ജീവിതത്തിന്റെ പ്രശ്നമില്ല, സമ്മതിക്കും. മോനെ ഒന്ന് നീ സമ്മതിക്കണം. കെട്ടണം. മോനെ ഓ ശരി, ഞാൻ കെട്ടാ. പക്ഷെ ഞാൻ വീട്ടിലെന്ന് പറയുന്നു. അത് പിന്നെ പണ്ട് ഞങ്ങൾ വന്നപ്പോ പണമില്ല സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ആട്ടി ഇറക്കി വിട്ടല്ലേ. പിട്ടിക്കണ്ടത് ആർക്ക് കുറച്ച് പണം വന്നുകൊണ്ടല്ലേ നിങ്ങൾ കല്യാണത്തിന്റെ കാര്യം എടുത്തോണ്ട് വന്നത്. പിന്നെ എനിക്ക് US പോകാൻ കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം എനിക്ക് വിശദമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടേ പറ്റുള്ളൂ. അതൊക്കെ ഓക്കെ ആണെങ്കിൽ മതി. തിരക്കില്ല, മതി. എന്നാ ശരി, ഞാനെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നീ ചിരിക്കണ്ട, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട്. അവളോട് പറഞ്ഞത് ഇല്ല. അല്ല, ഈ പ്ലാൻ ചെയ്യാൻ ആര് പ്ലാനിങ്? ഇത് വലിയ കേസാവും. ഇല്ല, ഞാൻ കഴിച്ചപ്പോ ഇങ്ങനെ കിട്ടുന്നൊക്കെ പറഞ്ഞു. ഞാൻ സാക്ഷി വരാൻ പോയി. ഇവന്റെ അപ്പൻ എല്ലാരോടും ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ദിവസം ഒരാളിതുവരെ മറുപടി പറഞ്ഞില്ല. എന്റെ മോള് മേരി അമേരിക്കക്കാരിയാ. അവൾ എന്ത് ചെയ്യാനാവോ ഒന്ന് പറഞ്ഞൂടെ? അവളെ കാണാനുണ്ട്. മേരി, ഞാൻ ആലോചിക്കുക. അമ്മച്ചി അധികം ഒന്നും ചോദിച്ചില്ലല്ലോ ഇപ്പൊ. 5,000 rupees ഓൺലി, $40-50. അത് നമുക്ക് കൊടുത്തൂടെ? നമുക്ക് അമേരിക്കയിലെല്ലാം ശരിയായില്ലേ? എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് കേട്ടോ പരിചയ. നിങ്ങൾക്ക് എന്റെ അമ്മച്ചിയെ പറ്റി എന്താ അറിയാം? പിന്നെ ഈ നാട്ടിൽ അത്രയ്ക്ക് എന്നാ ചെലവരിക്കുന്നേ. എല്ലാ കല്യാണത്തിനും പോണമെന്നൊന്നുമില്ല. ഈ അമ്മച്ചി ഏത് കല്യാണത്തിനങ്ങ് ക്ഷാമന കിട്ടിയോ ഫ്രണ്ടില് പോയി അങ്ങ് ഇരുന്നോളൂ. പിന്നെ ഈ വീട്ടിലെ ജോലിക്കാരിക്ക് നമ്മൾ എത്രയാ കാശ് കൊടുക്കുന്നുണ്ട്. ആ പിന്നെ സ്വത്തും വസ്തുവും പണവും ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ കേട്ടല്ലോ ആ അമ്മച്ചി ഒരു കട്ട. ഇങ്ങോട്ട് വന്നേ. ഓ കർത്താവേ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ പ്രാർത്ഥിച്ചത് നീ കേട്ടില്ലല്ലോ. എന്തോ പ്രാർത്ഥിച്ചേ? അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തേക്ക് ഇവളുടെ സൗണ്ട് ഒന്ന് കാണിക്കാട്ട് എടുക്കണേ. വല്ലാത്ത ചതിയായി പോയി. എന്റെ ദൈവം, ഈ അച്ഛൻ ഇനി വന്നേ, നിങ്ങൾ ഞാനൊന്ന് കാണിക്കാം. ഇനി വന്നേ. അങ്ങനെ അത് ഒരാളുടെ കാലത്ത് ജീവിക്കുവാനായോ? ഇനി എന്റെ മോൻ ബേബി, അവനോട് ഞാൻ പറഞ്ഞപ്പോ നന്നായിട്ടാ പറഞ്ഞ് എന്തുമായിരിക്കും. ഈ അവന് നിന്റെ അപ്പനാ, അവനിനി എന്നാ പറയാൻ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, ഇപ്രാവശ്യം അമ്മച്ചിക്ക് പൈസ കൂട്ടി കൊടുക്കാൻ പറ്റത്തില്ല. എന്റെ അപ്പനത്തിന് റബ്ബർ വയ്ക്കാൻ ഞാൻ കാശ് കൊടുക്കാൻ നേരിട്ടുണ്ട്. ഇച്ചായനായിട്ട് അത് കുളമാക്കി. എന്റെ അമ്മച്ചി അല്ലയോ അത്? അമ്മച്ചിയാണെങ്കിൽ അധികം കാശൊന്നും കൂട്ടി ചോദിച്ചിട്ടില്ല. നമ്മള് മാസം കൊടുക്കുന്നതിനേക്കാൾ ഒരു 5,000 രൂപയല്ലേ കൂട്ടി ചോദിച്ചുള്ളൂ. അമ്മച്ചിയുടെ പറഞ്ഞാണല്ലോ വരുന്നത്, നമുക്കതങ്ങ് കൊടുത്തേക്കാം. ഓ എന്റെ ഇച്ചായ, അമ്മച്ചോട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ. അടുത്ത വർഷം വേണം നമുക്ക് 1,000-2,000 കൂട്ടി കൊടുക്കുന്നേ. നിങ്ങൾ ചെന്ന് അമ്മച്ചോട് സംസാരിക്കും. അമ്മച്ചിയോട് എങ്ങനെയാ പറയാതൊക്കെ? നിങ്ങൾക്ക് പോയെങ്കിൽ ഞാൻ പറയാം. ഒരു അമ്മച്ചി സ്നേഹം ദൂർത്താ. നിങ്ങൾ അമ്മച്ചി ഒരു ദിവസം ഡയറ്റ് എടുക്കാൻ വന്നാൽ തള്ളക്ക് 2,000 രൂപ വേണം. അതുകൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാൻ ഇത്തിരി കാശ് വെച്ചപ്പോ എന്തായിരുന്നു ഡയലോഗ്? കുത്തുവാള എടുത്ത പോലെയല്ലേ അമ്മ എന്നോട് സംസാരിച്ച്. എന്നിട്ട് ഇപ്പൊ ഇനിയിപ്പോ ആ ജോലിയുടെ കല്യാണം വരുന്നത്, അതിനും കാശ് കൊടുക്കണ്ടേ? അതൊക്കെ പറ. അമ്മച്ചി പള്ളി പോയിരിക്കുക, അത് ഞാൻ കേട്ടോണ്ട് വരും. ഞാൻ തഞ്ചത്തിൽ അമ്മച്ചിയോട് പറഞ്ഞു, നീ ഒന്ന് അടങ്ങി. നീ ഇങ്ങനെ തിരുവാ തുടർന്ന് അമ്മച്ചിയുടെ മുന്നിലോട്ട് ചെല്ലാതിരുന്നാണ്. അതന്നെ നല്ലത്. പോവാണോ കിട്ടുന്നേ?
എന്റെ അപ്പനും പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അപ്പനോടെ പൊക്കോ. ഒരു കാര്യം പറഞ്ഞത് ഞാൻ ചില തീരുമാനിച്ചിട്ടൊന്ന് പറഞ്ഞു, ഇനി അതങ്ങോട്ട് ചെയ്യും. മാനേജർ അല്ലയോ? ഞാൻ അന്നമ്മ. മാനേജറെ നമ്മളൊന്നൊരു കാര്യം പറഞ്ഞല്ലോ. അത് ഓക്കെയാ, ഞാൻ ഓക്കെയാ. ദേഷ്യത്തിൽ ഞാൻ എന്തോ പറഞ്ഞതാ. അന്ന് എനിക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അങ്ങനെ വിടാൻ പാടില്ല. എന്നതാടാ ജോണി? അമ്മച്ചി, എന്റെ കാര്യത്തിൽ ഒരാൾക്ക് ഒരു ശ്രദ്ധയില്ല അമ്മച്ചി. എന്നാത്തിനാ ശ്രദ്ധയില്ലാതെ? എന്താ ശ്രദ്ധ വേണ്ടേ? അല്ലെങ്കിൽ എന്റെ കല്യാണം, അതില് വല്ല വല്ല ശ്രദ്ധയുണ്ടോ ഇവർക്ക്? എടാ, നിന്റെ കല്യാണം ഒരിക്കൽ നോക്കി മുടങ്ങി പോയതല്ലയോ? നോക്കാതെയാണോ? നോക്കാം, സമയമാകുമ്പോ എല്ലാം വരും. എന്റെ ചേച്ചി എന്നാ പറഞ്ഞു? ജോണിക്കുട്ടാ, എപ്പോഴാണേടാ നമ്മുടെ വീട്ടിൽ ഒരു യോജിച്ച ഒരു കല്യാണം നിനക്ക് നോക്കേണ്ടേടാ? അമ്മച്ചിയെ നോക്കിയേ, ഇത്രയും വലിയൊരു വീട്ടിലെ അമ്മച്ചി ഒറ്റയ്ക്കല്ലേടാ ഇരിക്കുന്നേ. നീ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കരുതേ അമ്മച്ചി. അതെങ്ങനെയാ? എന്റെ വീട്ടിലെ ഒരു കല്യാണം ഞാൻ കൊണ്ടുവന്നല്ലേ, അതിപ്പോ നടന്നിരുന്നെങ്കിലോ? പക്കിച്ചായോ? അവളല്ലയോ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കുട്ടിയെ കൊണ്ട് അങ്ങ് ഒളിച്ചോടി പോയത്? സമ്മതിക്കണം. അത് ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ചായക്ക് 4 ദിവസം പാലില്ലെങ്കിൽ അപ്പൊ അടിച്ചു പിരിയും. ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? അല്ല, നമ്മുടെ പാലയിലെ ജെയിംസ് അച്ചായന്റെ മോളില്ലേ, എലിക്കുട്ടി, എനിക്ക് അവളൊരു ചെറിയൊരു ഇഷ്ടം. ഇല്ല ജോണി, ഇല്ല. തന്നോളം വളർന്ന പിള്ളേരെ തോളോളം നിർത്തണം, അല്ലാതെ തല്ലിയല്ല. അവൻ പറഞ്ഞു തല്ലിയോ? അമ്മച്ചി, നിങ്ങൾ എന്നാ വെച്ചോ ആയിട്ടു, എനിക്കിത് ഇഷ്ടമേ അല്ല. ആ പൊങ്ങച്ചക്കാരി പെണ്ണമ്മയുടെ മോള് വേറെ ആരെയും കിട്ടിയില്ല. വരുന്നുണ്ടോ എല്ലാരും? അതിന് എന്റെ ഇഷ്ടപ്പെടാൻ ആര് ചോദിച്ചു? എടാ, നീ ഇങ്ങോട്ട് വന്നേ. അമ്മച്ചിയാണ് ഇവിടെ ഇഷ്ടമാണ്, ശരിക്കും ഇഷ്ടമാണോ? ഒരിക്കൽ മുടങ്ങിയതാ, കാര്യമില്ലല്ലോ. ശരി, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും. ഓ അമ്മച്ചി സൂപ്പർ അമ്മച്ചി. ആരും നടന്നു എല്ലാവരും സൂപ്പറാ. കണ്ടോ എന്റെ കെട്ടിവന്നെ കണ്ണൊന്നും പിടിച്ച് ഇരിക്കുന്നുണ്ടോ? കൊമ്പം മീശയും വെച്ച് എല്ലാം എന്റെ തലയിലിട്ടിട്ട് പോയി. കഴുത്തിന്റെ ഇടയ്ക്ക് മാലയും കയറി ഉടക്കി. പെണ്ണകോ, നീ റെഡിയായോ? നീ ജ്യൂസ് കുടിക്കാൻ മറന്നു പോയോ? ജ്യൂസ് കുടിക്കണ്ടായോ? അതാ നിങ്ങളുടെ ഒരു ജ്യൂസ്. മോളെവിടെ? അത് പോട്ടെ, നീ അങ്ങോട്ട് പോകുമ്പോ അവിടെ നീ ക്ഷീണിക്കും. നീ കറുത്ത് പോകുമ്പോ വെയിലൊക്കെ കൊണ്ട് കുടിക്കേ. എങ്ങോട്ട് മോനാണെങ്കിൽ കറക്റ്റ് സമയത്ത് വരത്തില്ല ആസത്ത്. അതിനെങ്ങനെയാ ജ്യൂസ് കുടിക്കേ? നിങ്ങളുടെ ഒരു ജ്യൂസ്. എന്റെ വയറ്റിൽ തീയാണ്. ആ തീയാണോ? എന്നാ ഞാൻ കുറച്ച് കുമ്പളങ്ങ ജ്യൂസ് എടുക്കാം, അതാകുമ്പോ തീയാണേ. പിന്നെ നീ ടെൻഷൻ ഒന്നും എടുക്കണ്ട, അവര് പിള്ളേർ തമ്മിൽ പരിചയമുള്ളതാ നേരത്തെ. അവര് സമയത്ത് ഇങ്ങെത്തും. അച്ചായോ ഡോണ്ടു അവിടെ ആ ഇത്തിക്കണ്ടത്തെ അന്നാമ്മ, പിന്നെ മറുതക്കാട്ടിലെ മേരി അറിയാമോ? അവളെന്റെ ക്ലാസ്മേറ്റാ. എന്റെ കൂടെ പഠിച്ചതാണെന്ന്. ഇവളെയൊക്കെ സഹിക്കണമല്ലോ എന്റെ കർത്താവേ. എല്ലാം നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ. ഞാനത് കുടിക്കാം. എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട. നിങ്ങൾ മോളെ വിളിക്ക്, അവളിപ്പ ഇവിടെ വരണം. ഇംഗ്ലീഷ് ക്ലാസ് മോളെ ഏലി. Don't call me Eli. My name is Elisa. നീ പേരും മാറ്റിയോ? നീ അപ്പഴേ മാറ്റോടി. ജെയിംസേ, മണി 4 ആയി. 6 മണിക്ക് മുന്നേ പോയാലേ എനിക്ക് വല്ലതും കാണാൻ പറ്റും. ഇത് കണ്ടായിരുന്നോ? അയ്യോ, ഇതൊക്കെ എന്നാ പറ്റി? പട്ടി അടിച്ചു.
നിങ്ങളെന്തോ കാലിലെന്തോ നാക്കാലി വെച്ച് കിട്ടിയത്? അവിടെ അന്നമ്മ. അത് ഇതിനെയൊക്കെ കൊണ്ട് ഞാൻ എങ്ങനെ എന്റെ അന്നമ്മയുടെ ഫ്രണ്ടിൽ പോകും? അത് പോട്ടെ, എന്നതാ ചാച്ചനൊരു ഇളക്കം. ഞാനും ശ്രദ്ധിച്ചു വയസ്സുകാലത്ത്. പോയ എല്ലാരും പോയി വണ്ടി കളിയ. എന്താ ഒരു ഇളക്കം? തന്നോടല്ലേ ഞാൻ 1000 വട്ടം പറഞ്ഞത്. എടോ പോസ്റ്റർ ആംഗിൾ, എടോ ആ പോസ്റ്ററിന്റെ ആംഗിൾ ശരിയല്ല. വെള്ളി പിടിച്ചോ? My God, oh my God, എലിസ എല്ലാം റെഡി അല്ലേ? ഞാൻ ഏത് അറ്റം വരെയും പോകും. This marriage has to happen. പാർട്ടി റെഡി, എല്ലാം റെഡി. ഓ മാൻ, അങ്കിൾ ഇത്രയും പ്രായമായിട്ട് നോട്ടി മൂക്കിൽ പനി. ഗൈസ് നമുക്ക് ഒരു പ്ലാൻ ഉണ്ട്, നമ്മളത് ഫോളോ ചെയ്ത് പോകണം. പ്ലീസ് ഫോളോ, പ്ലീസ്. കൊത്തി അങ്ങ് മുറത്തിക്കറി കിട്ടുമോ? അല്ല ജെയിംസ് വല്ല തിന്നാനാണെ അവിടെയും കിട്ടും. അതല്ല അവളെ പേര് മാറ്റി. പേര് മാറ്റിയെന്നല്ലേ പറഞ്ഞ എലീസ കുലീസ മാറ്റിയെന്നല്ലേ പറയുന്നത്. അപ്പൊ നിന്റെ പേര് മാറ്റിവിടാം. ആർക്കറിയാം? അറിയാം ഞാനല്ലേ. ആർക്കറിയാം? പിന്നെന്ത്? ഇത് മൊത്തം എത്ര ചെലവാകും നിനക്കറിയാവോ? ചോദിച്ചോട്ടെ, ഞാൻ പറയാം. ചേച്ചി ഇതൊരു 5 ലക്ഷത്തിന്റെ പാക്കേജാണ്. 5 ലക്ഷമോ? 1 ലക്ഷത്തിന് വേണം ചെയ്യാം. നിന്റെ ഭർത്താവേ, ഇത്രയും പൈസ ഈ അമ്മച്ചിക്ക് എവിടുന്നാ കിട്ടിയേ? ചേച്ചിയുടെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ എവിടെ കൊച്ചനെന്ന്? എന്നാലും ഈ അമ്മച്ചിക്ക് ഇത്രയും കാശ് എവിടെ? ഇത് എന്തൊരു ദൂർത്താ. എന്നാലും എനിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. എന്നോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ. ചേച്ചി ഈ കാലത്തൊന്നുമല്ല ജീവിക്കുന്നത്. ഇവിടെ 15 ലക്ഷത്തിന് വരെ പാക്കേജ് വെച്ച് എന്റെ കമ്പനി ചെയ്ത് കൊടുക്കും പാർട്ടി. പിന്നെ എന്നാലും എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അമ്മച്ചിയുടെ പൈസ കൊണ്ടല്ലേ ചെയ്യുന്നേ. അതിനിപ്പോ എന്തുവാ നമ്മളൊക്കെ വന്ന സന്തോഷം. പിന്നെ ജോണിയുടെ കല്യാണം നടക്കുന്നില്ലേ? ഇതിയാണ് നാ വട്ട് പിടിച്ചോട്ടോ. കഴിഞ്ഞ മാസം അല്ലേ അമ്മച്ചി നമ്മളോട് പറഞ്ഞ കുറച്ച് പൈസ കൂടുതൽ വേണമെന്ന് തന്നെ എല്ലാ മാസവും. അതെ. പിന്നെ അമ്മച്ചി എങ്ങനെ ഇത്രയും കാശ് കിട്ടിയേ? ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് എന്തായാലും പിടിക്കുന്നില്ല. എന്നോട് പോലും അമ്മച്ചി പറഞ്ഞിട്ടില്ലെന്നേ. സുഖമല്ലേ? സുഖമാണോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ഒരു സംശയം? നമ്മൾ പൈസ കാര്യം പറയായിരുന്നേ. ഈ അമ്മച്ചിക്ക് ഇത് എത്രയാ ദൂർത്ത്. എവിടുന്നാ ഇത്രയും കാശ് കിട്ടുന്നേ? അത് മേരിക്ക് അമ്മച്ചിയോട് തന്നെ ചോദിച്ചൂടെ? ഞാനോ? അമ്മച്ചിയോടോ? ഇനി അത് ചോദിച്ചിട്ട് വേണം. ഇനി നമുക്കൊന്നും വയ്യേ. ചായാ ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞേക്ക് അച്ഛനും. നിങ്ങൾ കൊടുത്താണോ? അല്ലാതെ എവിടുന്നാ? എന്റെ സൂസി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ അമ്മച്ചിക്ക് കൂടുതൽ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയില്ലേ? എനിക്ക് വേണ്ടി നിന്റെ കൂടെ ജീവിക്കണ്ടല്ലോ. എന്നാ പിന്നെ നിങ്ങൾ പറ, അമ്മച്ചിയുടെ കയ്യിൽ എവിടുന്ന ഇത്രയും കാശ്? ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ആർപ്പാടം കണ്ടില്ലേ? അത് ശരിയാണല്ലോ. അമ്മച്ചി എവിടുന്ന് കാശെടുത്ത് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? വല്ലാത്തൊരു ദൂർത്ത് തന്നെ. ഇതന്നെ പറഞ്ഞേ. ഏരി ചേച്ചിയാണെങ്കിൽ പൈസ കൊടുത്തിട്ടില്ല, നമ്മളും പൈസ കൊടുത്തിട്ടില്ല. അമ്മച്ചി ഇതെങ്ങനെ? അച്ഛനോ? അച്ഛൻ വന്നിട്ട് കുറച്ചു നേരം ആയോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അല്ല, സൂസിക്ക് എന്താ ഒരു ടെൻഷൻ? ഒന്നുമില്ല അച്ഛോ, അമ്മച്ചിക്ക് വല്ല ലോട്ടറി അടിച്ചോന്ന് ചോദിക്കായിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ വല്ല മിറക്കളം കാണിച്ചു കാണും. അതായിരിക്കും. ഞങ്ങളെ കൂടി ഒന്ന് സഹായിക്കണേ അച്ഛോ. മിറാക്കിളൊക്കെ ഞാനാണോ ചെയ്യുന്നത്? മേളിലിരിക്കുന്ന കർത്താവല്ലേ. പിന്നെ അമ്മച്ചി ആളൊരു പാവമല്ലേ. നിങ്ങളെന്ന് വെച്ചാൽ ജീവനാണ്. നമ്മുടെ കുര്യാക്കോസേട്ടന്റെ മരണശേഷം ആളല്പം ഡൗണാണ്. പറയാൻ പറ്റത്തില്ല, ചിലപ്പോ വല്ല ലോട്ടറി അടിച്ചതാണോ നിങ്ങൾക്ക് ചോദിക്കേ. അതൊന്നില്ല അച്ഛോ. അമ്മച്ചിക്ക് അപ്പച്ചന്റെ പെൻഷൻ ഉണ്ട്, ഈ കാണുന്ന റബ്ബറൊക്കെ ഉണ്ട്, പിന്നെ മാസാമാസം ഞങ്ങൾ കൊടുക്കുന്ന ഈ അലവൻസ് ഉണ്ട്. അതൊക്കെ വെച്ച് ചെയ്തായിരിക്കുന്നേ. അല്ല ബേബി, അന്നാമ്മ ചേട്ടത്തി എന്നോട് പറഞ്ഞത് നിങ്ങളോട് എന്തൊക്കെയോ സംസാരിച്ച് വെച്ചിട്ടുണ്ടെന്നാണല്ലോ. അത് പിന്നെ അതിപ്പോ ഇത്തിരി ബുദ്ധിമുട്ടാണ് അച്ഛോ. പിന്നെ ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ശരിയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ.
അച്ഛനൊരു ജ്യൂസ് കൊടുക്കടേ. തുറന്നോക്കിട്ട് നടക്കാൻ പറ്റില്ല, ഭയങ്കര കനം. അച്ചോ, ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. കുറെ നേരമായോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അല്ല, അന്നാമച്ച് ചേട്ടത്തിക്ക് വല്ല ലോട്ടറി അടിച്ചോ? ആ പള്ളിയിലെ കാര്യം ചോദിക്കുമ്പോ മാത്രം ഇല്ലാ പാട്ടാണല്ലോ പൈസക്ക്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം പള്ളിക്ക് തരാറുണ്ട്. പിന്നെ ഞാൻ ഇതിനങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഒരാള് ജനിക്കുമ്പോൾ അയാൾ എങ്ങനെ ജനിക്കുന്ന കർത്താവാ തീരുമാനിക്കുന്നത്. പക്ഷെ മരിക്കുമ്പോൾ എങ്ങനെ മരിക്കണമെന്ന് അയാളാ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. അത് ശരിയാണ്. അല്ല, പിറന്നാളായിട്ട് ബാക്കിയുള്ളവരെല്ലാരും എന്ത് ചെയ്യും? വന്നില്ലല്ലോ ഇതുവരെ. ഒരു സമയനിഷ്ഠയില്ല അച്ചു. വരും വരുന്നു പറഞ്ഞതാ. എടാ നീ ഇങ്ങോട്ട് എടാ, നീ ഇവിടെ തേരാപാര ഗുണ്ടായിട്ട് നടന്നതല്ലേ? നിനക്ക് ഞാനല്ലേ ആ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിച്ചു തന്നെ. വെറുതെ നിൽക്കണ ജ്യൂസ് കൂടെടാ. ഇതും കൂടെ ചേർത്ത് മൂന്നാമത്തെ ജ്യൂസാ ചേട്ടത്തി. ഇതുവരെ ഞാൻ കുടിച്ചിട്ടില്ല. അച്ചോ, അവര് വന്നു. ജ്യൂസ് പിന്നെ കുടിക്കാം. തുറന്നുകൂടടാ. ആരൊക്കെയാ? ജെയിംസേ, പെണ്ണമ്മേ, എലി, അപ്പച്ചോ. അറിയാച്ചോ, എന്താ മുഖത്തൊരു തെളിച്ചം? ചോളുടെ കല്യാണം ഉറപ്പിച്ചു. അത് മറക്കണ്ട. അച്ഛനോട് ഇങ്ങനെ തുടങ്ങി എങ്ങനാ? അത് തന്നെ ഇവിടെ വന്നപ്പോഴും ഇവരെല്ലാം കണ്ടപ്പോഴും അന്നമ്മയെ കണ്ടപ്പോഴും ഒക്കെ ഉള്ളൊരു കുന്തൽ പറഞ്ഞ് മാറിക്കോളും. ആ, എല്ലാരും എത്തിയല്ലോ ഇവിടെ. എല്ലാരും ഇരിക്കട്ടെ. ആ അമ്മച്ചി, അങ്ങനെ ഈ വർഷം എന്റെ കല്യാണം നടക്കും അമ്മച്ചി. ഇങ്ങോട്ട് വന്നേ, കാണട്ടെ മോത്ത. സാധനം കണ്ടോ? എന്റെ 70ാമത്തെ പെരുന്നാൾ എന്റെ മോന്റെ കല്യാണം. വൈകി ഉണ്ടായ സന്തതിയാ, ഇങ്ങനെയോ ഉണ്ടാവും. അന്നമ്മോ, എന്നാ അറിയാച്ചു? കല്യാണം, പെണ്ണ്, കുട്ടി, ഇതൊക്കെ ഒരു ഭാഗ്യതാ. ഇല്ലാതെ പോയി. അതൊക്കെ ഇന്ന് അന്നമ്മയുടെ ബർത്ത്ഡേ ഇല്ലയോ? എന്താ സമ്മതിക്കരുത് കേട്ടോ. നമ്മളെ അമ്മച്ചി അമേരിക്കയിൽ കൊണ്ടുപോകാം. അറിയാച്ചോ, ഇത് കോളല്ല. എടി, നിനക്കൊരു പിള്ളേരെത്ര? ഇനി ഒരെണ്ണത്തിനെ അവിടെ വന്ന് നോക്കാൻ എനിക്ക് വയ്യ. മതി മതി, നോക്കാൻ വയ്യ മതി. അത് തന്നെ അമ്മച്ചി. അമ്മച്ചിക്ക് ഞങ്ങളുടെ കൂടെ ദുബായിക്ക് വന്നു. എടാ, ഒരെണ്ണം ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ഇതേ പോയതല്ലേ ഉള്ളൂ. നിനക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നീ ആ പണിക്ക് പോയാൽ മതി. ഞാൻ വന്ന് പിള്ളേരെ നോക്കിത്തരും. എനിക്ക് അറിയില്ല.
ഒരാളെ ഞാനൊരാളെ പ്രതീക്ഷിക്കുന്നു. ഡോർ തുറന്നു. ഡോറ് തുറക്കടാ. അമ്മച്ചി 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 ഹായ് ഹബീബി. അമ്മച്ചി അമ്മച്ചിക്ക് മനസ്സിലായില്ലേ? ഇൻഷാല്ലാ ഇവിടെ ഇംഗ്ലീഷിൽ സംഭവിക്കാതെ നിനക്ക് മനസ്സിലായില്ലേ? ജോയിച്ചായി കൂടെ ജോയിച്ചൻ കാണാണ്ടേ പോയി നിന്റെ ജോയിച്ചൻ. അയ്യോ എടാ മോനെ ജോയി, നീ എവിടെ ആയിരുന്നടാ ഇതുവരെ? നിന്നെ തിരക്കാനൊരു സ്ഥലമില്ലല്ലോ. ഷേ എവിടെയെങ്കിലും കണ്ടല്ലോ. എന്താ കൊച്ചോ, ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഫോട്ടോ വെച്ച് പള്ളിപ്പെരുന്നാളിന് എന്റെ കൂട്ടുകാരൊത്ത് എന്തൊക്കെ കഴിച്ചു പോതെല്ലാം പോയി ഒരു ബോട്ടിൽ കയറി കിടന്ന് ഉറങ്ങി. അയ്യോ എന്റെ കഷ്ടകാലത്തിന് കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാ അത് കാലിഫോർണിയയിലേക്കുള്ള ഒരു ഊരാന്ന് മനസ്സിലായി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ചാടി കടലിൽ നിന്ന് കരയിലേക്ക് നീന്തി പോകുമ്പോ ഏതോ ഒരാള് കടലിലേക്ക് മുങ്ങിത്താഴുന്ന രീതി ഞാൻ കണ്ടു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പോകില്ല അദ്ദേഹത്തെ വിളിച്ച് ഞാൻ കടലിൽ നിന്ന് കരയിലേക്ക് എത്തിച്ചു. അയാളെ രക്ഷിച്ചു. കടലിൽ നിന്ന് കരയിൽ എത്തിയപ്പോഴല്ലേ ഒരു കാര്യം മനസ്സിലായത്. അത് ദുബായ് എന്നൊരു സ്ഥലവും അദ്ദേഹം കോടീശ്വരരുടെ അറബി എന്നാണ്. ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സറൂറിന്റെ വലം കൈയാണ്. ദിവസം കോടികളാ ഈ കൈ കൂടെ ഒഴുകി 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 കോടികളോ? അറബിക്ക് എന്നാടാ പണി? അമ്മച്ചി അറബി കിണറ്റിൽ എടുക്കുന്നു, കോരുന്നു, വിൽക്കുന്നു, കോരുന്നു, എടുക്കുന്നു, വിൽക്കുന്നു. അതെന്നാടാ മോനെ, നിനക്കും അറബിക്ക് അവിടെ വെള്ളം കോരലാണോ പണി? ഇൻഷാ അല്ലാഹ്. എന്താ മാമ എന്നോട് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? എന്റെ അറബിക്ക് എണ്ണ ബിസിനസ്, അല്ല എണ്ണ കിണറ്, എണ്ണ കിണറ്. അമ്മച്ചി എണ്ണ കിണറ്. എനിക്കറിയാൻ എന്റെ ജോയിച്ച നല്ല നിലയിലേക്ക് എത്തുന്നു. അമ്മച്ചിക്ക് ഇപ്പൊ സമാധാനമായി. ഇതാണ് ഞാൻ പറഞ്ഞത്, നീ മെലിയോ പരിപാടി. എന്നാലും ജോയ്, നീ കാണിച്ചത് വളരെ മോശമായി പോയി. നിനക്കൊരു വാക്കെങ്കിലും പറയായിരുന്നു ഇവരോട്. എടാ ശരിയാ, നിന്നെ തേടി തേടി എന്റെ എത്ര ചെരുപ്പാ തേഞ്ഞെന്നറിയോ? പൈസ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നിരിക്കും അല്ലേ? പിന്നെ അച്ഛോ ഹള്ളിമേടെ പണിയുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾ അല്പം പൈസയൊക്കെ തരും അല്ലേ? അമ്മയുടെ സ്വർണ്ണ കിട്ടുന്നായിക്കോട്ടെ. നമ്മുടെ മനസ്സമ്മതം കഴിഞ്ഞ എന്ത് പരിപാടിയത്? ജോണി, ഞാൻ പറഞ്ഞില്ലേ എന്റെ ജോയിച്ചിനുണ്ടെന്ന്. ഓ, ഇനിയിപ്പൊ അറബിയൊക്കെ പഠിക്കണമല്ലോ. ജോയിച്ച അറബി പഠിക്കാൻ എളുപ്പമാണോ? ഇല്ല. എടാ ജോയി, നീ അവളെ കെട്ടുന്നതോ ഇല്ലയോ അതെല്ലാം നിന്റെ ഇഷ്ടം. പക്ഷെ നിനക്ക് അവരോട് പറയാമായിരുന്നില്ല. ഞാൻ പൈസ ഭ്രാന്തുള്ള വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതടാ. അതെ ജോണി, എന്റെ അച്ഛൻ്റെ മോൾ നിനക്കായി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നല്ല ഈ ബന്ധം. പിന്നെ ഒരു അന്തസ്. ഞങ്ങളെ ചാച്ചനെ തേച്ചിട്ട് റബ്ബർ കണ്ടുപോയ അന്നമ്മേക്കാളൊന്നും ഞങ്ങൾ കുറഞ്ഞവരൊന്നും അല്ല. എന്താ നിങ്ങൾ പറയുന്നത്? കൂടുതലൊന്നും പറയണ്ടോ? പിന്നെ നിങ്ങൾ പറയിപ്പിച്ചതല്ല, ഞാൻ പറഞ്ഞല്ലോ. പണ്ട് പാളയക്കണമെന്ന കാര്യമൊക്കെ ഇപ്പൊ പറയണോ? പറയണം. എന്ത് നാക്കാടി തന്നെ നിർത്തുന്നുണ്ടോ? ആ ശരിയാ, ഞാനും കറിയാച്ചനും കൊണ്ട് പ്രേമത്തിലായിരുന്നു. എന്തോ അത് നടന്നില്ല. അതൊന്നും എനിക്കറിയില്ല, ഞങ്ങളുടെ കാര്യമാണ്. അത് നടന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും പറയാം. കേട്ടോ ജോണി, നീ ഈ കറിയാച്ചനെ ഞാൻ തേച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ചിലപ്പോ അതിന്റെ ശാപമായിരിക്കും നിന്റെ കല്യാണം വൈകുന്നു. ശരിയാക്കാം, നമുക്ക് ശരിയാക്കാം കേട്ടോ. അവളും അവളുടെ ഒരു നാക്കും. ജോണി, നീ വിഷമിക്കണ്ട. എന്തായാലും ഇതൊക്കെ നടന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മച്ചിയുടെ കേക്ക് കട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് പിരിയാം. അതെ അതെ, കേക്ക് മുറിച്ചിട്ട് പോവാ. കല്യാണം ഒന്നും വേണ്ട. കല്യാണം നടന്നില്ലല്ലോ, അതേ ഒരു സമാധാനം. ശരിക്കും നടക്കുന്നത് കാര്യം മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളുടെ കല്യാണവും ബർത്ത്ഡേ പാർട്ടിയോ മുടക്കോ ഒന്നും വന്നതല്ല. പിന്നെ ഞാൻ ദുബായിൽ ഒരു കല്യാണം അങ്ങ് കഴിച്ചു. മോനെ ഞാൻ സഹിക്കാൻ പോയതല്ലേ ഞാൻ
ഓഫായി പോയത്. ഇപ്പൊ കുറച്ച് പുത്തൻ പണം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്തോ ഒരു ഇല്ലാത്തൊരു സ്നേഹം. ഓ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാം നിനക്ക് കുറച്ച് പൈസ തന്നെ ഞങ്ങളൊക്കെ തരുമെന്ന്. പക്ഷെ എന്റെ ജോണിച്ചായൻ അങ്ങനെ അല്ല. അടുത്ത് വരട്ടെ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങ് എന്നെ നോക്കണ്ടത് അങ്ങനെ തന്നെ വേണം. എന്നാ ആർത്തിയടി നിനക്ക്. എന്തായാലും ഇത് ഇങ്ങനെ ആയി. ഇനി എന്റെ കേക്ക് മുറിച്ചിട്ട് പോകാം. എനിക്കത് എന്തായാലും പക്ഷെ ഒരാൾ വരാനുണ്ട്, വന്നില്ലല്ലോ. എനിക്ക് സമ്മാനമായി ആരെ വന്നു. ഇതേതാ ഞാൻ അമ്മച്ചീന്റെ പോലെ തപ്പി തപ്പി കാലും പോയി കഴിയും. അമ്മച്ചി ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾ പറഞ്ഞ സമ്മാനം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാനല്ല വാങ്ങുന്നത്. ഇവിടെ ഇത് വാങ്ങാൻ ഒരാളുണ്ട്. മേരി പെണ്ണെ, നിനക്കല്ലോ എനിക്ക് എന്നാ കിട്ടിയെന്ന് അറിയാൻ. നീ തന്നെ വാങ്ങിച്ചെല്ലാരും പറഞ്ഞു കൊടുക്കും. എനിക്ക് കിട്ടിയ സമ്മാനം എന്റെ ബേബിയെ നീ ഇതൊന്ന് വായിച്ചു നോക്ക്. എനിക്ക് തല കറങ്ങുന്നുണ്ടോ? അയ്യോ, കുറച്ച് വെള്ളം കൊണ്ടുവന്നേ നീ. വട്ടം കൂടി ചേച്ചി ഒന്ന് പിടിച്ചേ. എനിക്ക് വയ്യ. അയ്യോ, അതൊക്കെ ഇത് കിട്ടിയാ പോരാ. ബാക്കി ചറിയോ? എനിക്കറിയില്ലേ അത്. ചേച്ചി, അമ്മച്ചി, എടാ ജോണി. എന്താണോ അത് കഴിഞ്ഞില്ലേ? ഇതെന്താ മയപ്പൊടി? അമ്മച്ചി, ഞങ്ങളോട് ഇത് വേണമായിരുന്നു. എന്നതാണോ ജോണി, നീയും വീഴുന്നില്ലയോ? വീണ എന്താ ബാക്കി? വീണ് കഴിഞ്ഞല്ലേ ഞാൻ. അച്ഛൻ തന്നെ ഇത് വായിച്ച് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു. അച്ഛൻ വീണ എടാ, അച്ഛൻ വീഴത്തില്ല. ചേട്ടത്തി, അച്ഛൻ വീണില്ല. ഇത് വേണമായിരുന്നോ? എന്തോ ഇതിന് മാത്രം ഇതിനകത്തിരിക്കുന്നേ. അതൊരാവശ്യമായിരുന്നു അച്ഛൻ, അതൊരാവശ്യമായിരുന്നു. ഞാൻ ഉള്ള കാലത്ത് എൻ്റെ അച്ഛനും ഞാനും കൂടെ ഉണ്ടാക്കിയതെല്ലാം ഇപ്പൊ ഇത്തിരി പൈസയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ നടക്കും. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ സ്വത്തല്ല എൻ്റെ പേരിലല്ലയോ. ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുണ്ട്, റിവേഴ്സ് മോർഗേജ് എന്നാ പറയുന്നത്. ഞാനത് അങ്ങോട്ട് ബാങ്കിൽ കൊടുത്തു. എനിക്കിപ്പോ മാസം 50,000 രൂപയും കിട്ടും. മെഡിക്കലും ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. പിള്ളേർക്ക് വേണമെങ്കിൽ അത് അടുക്കാം. എടാ സരൂര്, നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അതില്ലേ നമ്മളെ ഈ ഗവൺമെന്റിന്റെ മോർട്ടേജിന്റെ പ്ലാന്. അപ്പൊ ഈ നമ്മളെ ഈ അമ്മച്ചിന്റെ പൊരയും ജാഗെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ബാങ്ക് 50,000 മാസം അമ്മച്ചി. അതൊക്കെയാണ് നീ പറയുന്നത്. അല്ല മോനെ, ഈ ഭാഷ പറയണം ഇപ്പോഴും ഉണ്ടാ? അത് അതെ, അമ്മച്ചിന്റെ പൊരയില്ലേ ജാഗ, പൊരയും ജാഗ വീട്. അത് നോക്കിയിട്ട് ഞങ്ങൾ ബാങ്ക് എടുത്തിട്ട് മാസം 50,000 അമ്മച്ചിക്ക് കൊടുക്കും. പിന്നെ ഇൻഷുറൻസും കൊടുക്കും. നിങ്ങൾ ആരും അമ്മച്ചിക്ക് പൈസ കൊടുക്കണ്ട. ആരും എനിക്ക് പൈസ തരണ്ട. നിങ്ങൾക്ക് വേണോ ആ ഇൻസ്റ്റാൾമെന്റിൽ പൈസ അടയ്ക്കുക. അല്ലയോ എന്റെ കാലശേഷം ബാങ്ക് ആ സ്ഥലം വിൽക്കും. എത്രയാ വെച്ച് എടുത്ത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് വേണ്ടേ അത് ഞാൻ പള്ളിക്ക് കൊടുക്കും. അല്ലേ വെച്ചു? അത് മതി. അറിയാച്ചോ, വേണ്ടി വരും. കൊച്ചനെ, ഇത് കൊള്ളാമല്ലോ അന്നാമ്മ പരിപാടി. അല്ല, എനിക്കത് വേണം. കാരണം ഞാൻ ഒറ്റാൻ തടിയാണല്ലോ. ഇവൾ എപ്പോഴാ എന്നെ അടിച്ചിറക്കുന്നതെന്ന് അറിയത്തില്ല. സത്യമുദ്രി കുസാൽക്ക് പറഞ്ഞില്ല. അപ്പോ ഇതൊരു ആവശ്യമായിരുന്നു. അല്ലാതെ ഇത് ഞാൻ ഒരു കാര്യത്തിനും ചെയ്തതല്ല. പിന്നെ നിങ്ങളൊക്കെ ചോദിച്ചല്ലോ ഇതൊക്കെ കണ്ടിട്ട് എത്ര എങ്ങനെയാ പറയുന്നത്. അതൊന്നും അല്ല. ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു. എവിടെ അവളത്? എവൾക്ക് അമേരിക്കയിൽ പോവാൻ രൂപ 10. യവന് ദുബായില് പഠിക്കത്തുമില്ല, തേരാപാരം നടന്നവന് യവനൊരു 10. ഇതെല്ലാം ഞങ്ങൾ കാശല്ലയോ കൊടുത്ത്. എന്നിട്ട് ഞാൻ ഇത്തിരി കാശ് വഹിക്കുമ്പോ എന്നതാ ഒരു ഭാഗം. അതുകൊണ്ട് ഞാനിതങ്ങ് തീരുമാനിച്ചു, നടത്തി. ഇനി എല്ലാവർക്കും സമാധാനമായല്ലോ. എന്റെ സമ്മാനം അറിഞ്ഞല്ലോ. എന്നാ പിന്നെ കേക്ക് മുറിക്കാം. അമ്മച്ചി, അമ്മച്ചിയോട് ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടോ? അത് മേരി പെണ്ണ് തെറ്റ് ഇത് ചെയ്തല്ലേ, നിങ്ങൾ സമ്മതിച്ചൂടെ? ആരുമില്ല, പോട്ടെ. എടാ ഇതൊക്കെ ആവശ്യമാ. ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും ചെയ്തതല്ല. നിങ്ങൾ നന്നായിരിക്കുക, അത്രേ ഉള്ളൂ. വെറുതെ കിടക്കല്ലേ സ്വത്ത്. എനിക്കിത് നോക്കാനാ എവിടെ സമയം. എനിക്ക് എവനെ ആലോചിക്കുമ്പോഴാ ഒരു സങ്കടം.
ഒരു വച്ച പഠിച്ചില്ലല്ലോ. ഈ വർഷം എന്റെ കല്യാണം നടക്കില്ലല്ലേ? നിനക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എടാ അവള് നല്ല പെണ്ണാടാ. അവളെ വൃത്തിയിടാക്കുന്നത് അവൾ ആ പെണ്ണമ്മ. എടി ഏലി നീ ഇങ്ങോട്ട് വന്നു. നിനക്ക് ആണോ അവൻ്റെ കൂടെ ജീവിക്കും? നിനക്കോ? അപ്പോ എന്റെ ബർത്ത്ഡേന്ന് ഒരു ഗിഫ്റ്റ് നീ ഉറപ്പാണല്ലോ കല്യാണം. നീ മിണ്ടരുത്. നീ ഒരുത്തി കാരണം ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. നിന്റെ ഒടുക്കത്തെ ഒരു ആർത്തി സ്റ്റാറ്റസ്. വേണ്ട വേണ്ട, അളിയൻ മിണ്ടണ്ട. അളിയൻ അവളെ താളത്തിന് തുള്ളിയതല്ലേ. മോളെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. എടാ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ വീട്ടിൽ. നിനക്ക് ഇഷ്ടമാണല്ലോ. നിങ്ങൾ വന്ന് എന്റെ പിറന്നാളിന് ഒരു ഡോർ ഗിഫ്റ്റ്. നിങ്ങളൊക്കെ നന്നായി ജീവിക്കാം. ഇനി നിങ്ങൾക്ക് സമ്മാനമായി, എനിക്ക് സമ്മാനമായി. നമ്മൾ കേക്ക് മുറിക്കാം. കമന്ന് വീണ കാപ്പിടി മണ്ണുമായിട്ട് എണീക്കാവും കേട്ടോ. ഞാൻ ആദ്യം നന്നായി വരട്ടെ. ഇതുപോലത്തെ ഒരുപാട് വയസ്സായവരുടെ എടാ നീ പിന്നെ വെറുതെ നിൽക്കണം. എടാ നിനക്ക് ഞാൻ ഒരു ജീവിതം തന്നത് എന്തിനാ? അല്ല കേക്ക് ആ കുഞ്ഞുഞ്ഞിനെ കാണുന്നില്ലല്ലോ. കുഞ്ഞുഞ്ഞ എവിടെ? കുഞ്ഞുഞ്ഞെന്തോ പറയുന്നില്ലല്ലോ. അച്ഛനെ അമ്മയെ നോക്കിയില്ലെങ്കില്ല. അറിയാച്ചോ എന്റെ പെരുന്നാളിന്റെ കേക്ക് കറിയാച്ചൻ തന്നെ ആദ്യം കഴിക്കും. ചക്കയല്ല കുഴയ്ക്കാൻ, കേക്കാ. ഉണ്ടേ നമ്മോ നീ ഒരു പുലിയാണ്. സിംഹം. കറിയാച്ചോ just for horror. Just for horror, team Sammanam. Thank you so much. Team Sammanam, ടീമിനെ ഫെലിസിറ്റേറ്റ് ചെയ്യാൻ സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ സീനിയർ കമ്മിറ്റി മെമ്പർ മത്തായി ചേട്ടനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വരും. So let's invite the cast of Team Sammanam. Thottakkad Ponnamma, Sonia. Thottakkad Kariyachan, Praveen Sukumaran. Anakattal James, Ajit Kumar. Thottakkad Jacob, Deepak Sahasranam. Elsamar alias Elisa, Bhagya Binu. Father Frederick, Vinayak. Chakkaraparambil Varki, Balan Anil Kumar. Ittikandathil Mary, Rajalakshmi. Ittikandathil Baby, Anup Valsan. Papanisheri Susanna, Jishma. Ittikandathil Johnny, Shabari. Vakatisura and event manager, Prashant. Bank manager, Saru. Kunyunya, Pranoy Rakesh. Makeup by Divya Balaji and Swapna Koranjat. Written and directed by Ittikandathil Annamma. Vasudevan Thottakkad.
ടീം സമ്മാനത്തിനോട് എന്താ പറയാനുള്ള മത്തായി ചേട്ടാ? ഈ വാസു തോട്ടയ്ക്കൽ അദ്ദേഹം ഒരു സംഭവം തന്നെയാണ്. അതായത് ഞങ്ങളുടെ SMA കമ്മിറ്റിയിലും അദ്ദേഹം എപ്പോഴും ഒരു ഫ്രണ്ട് റണ്ണായിട്ട് റൺ ചെയ്യുന്ന ആൾ തന്നെയാണ്. പിന്നെ ഒരു കണ്ട ഫീലിംഗ് ആയിരുന്നു ഏതായാലും നാടകം. വളരെ എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും. എനിവേ കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മത്തായി ചേട്ടാ. നമുക്ക് ഈ നാടകത്തിന്റെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു എന്ന് വാസുവിനോട് ചോദിക്കാം. അതിനു മുമ്പ് ഒരാളെ കൂടെ പരിചയപ്പെടുത്തണം പറഞ്ഞു, സിദ്ധാർത്ഥ്. പുള്ളി ജോയായിട്ട് കലക്കിയ ഒരാൾ. ഇത് ആക്ച്വലായിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ കോമഡി എടുക്കുമ്പോൾ നടന്ന കഥകളാണ് സാധാരണ എടുക്കാറ്. ഇത് പത്തനംതിട്ടയിൽ നടന്ന ഇത് വാട്സപ്പിൽ വന്നതാണ്. ഇങ്ങനൊരു ത്രെഡ്. ഒരച്ഛൻ ഇതേമാതിരി മക്കളെല്ലാം വിദേശത്താണ്, കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഇങ്ങനൊരു പദ്ധതി വന്നപ്പോൾ അത് എടുക്കുന്നതായിട്ട്. അതിനുശേഷം ഉണ്ടായ ചില സംഭവങ്ങൾ ഒരു ന്യൂസ് ഇതായിട്ട് വന്നു. ഞങ്ങൾ അതിനെ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് വലുതാക്കി. അപ്പം അതിൽ ചില സന്ദേശങ്ങളുണ്ട്, ചിലതുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇതാണ്. അതൊന്നും നമ്മൾ ഇവിടെ ഇതാക്കുന്നില്ല. ടീം സമ്മാനം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അപ്പം ഞങ്ങൾ ഇനിയും ഇതേമാതിരി സന്ദേശങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. പ്രവീൺ എന്താ പറയാനുള്ളത് ഈ റോളിനെ കുറിച്ചും ഇതിന്റെ പ്രിപ്പറേഷൻസിനെ കുറിച്ചും? ഞാൻ പറയാം. No, it's an absolute honor to be in front of you all and perform. We thank SMA for giving us this opportunity and this stage over and over again. It is again an absolute honor. And this was, okay, the thread was created by Mr. Vasudev Thotakat. Performances by us, a lot of improvisations, as you could see. We enjoyed the process of making this happen. And we will cherish this memory, and we believe that you all really enjoyed it, and I could see that feedback from you all, and thanks to you all for encouraging us. പറയാന്ന് പറഞ്ഞിട്ട് how many months of rehearsal? എത്ര നാളായി ഇത് റിഹേഴ്സ് ചെയ്തോണ്ട്? ഒരുപാട് നാളായി വീട്ടിൽ കയറിയിട്ട്. എപ്പോഴാണ് പുറത്താക്കുന്നതെന്ന് അറിയില്ല വീട്ടിൽ നിന്ന്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് SMA-ക്കും വാസുവേട്ടനല്ല ബാബേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ബാബേട്ടന് ഒരുപാട് നന്ദി. ഇങ്ങനൊരു അവസരം തന്നതിനും ഈ റോൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിനും ഒരുപാട് നന്ദി. Let's hear from കുഞ്ഞു പ്രണോയ്. 5 years old. You are 5 years old. Did you have fun today? Yes. What was that last dialogue? Can you say that once more? കാശിന് ആദ്യം അച്ഛനമ്മ നോക്കിയില്ലെങ്കിൽ ഇങ്ങനെ സമ്മാനം കിട്ടും. Oh, what a message. Thank you. You had fun? Yes. Will you come back next year? Yes. Big round of applause for Kunju. Thank you, Team Sammanam. Thank you very much.